40 വയസ്സായി എനിക്ക് വർക്കായെങ്കിൽ ഉറപ്പായിട്ടും 53 വയസ്സായവർക്കും 50 ചുളിവുകളും കറുത്ത പാടുകളും ഒക്കെ മാറ്റി സ്കിൻ നല്ല യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ ആൾക്കാർ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞാൽ ഒത്തിരി സന്തോഷം. അതിൽ കുറേ ചേച്ചിമാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 53 വയസ്സായി, ഞങ്ങൾക്കിത് ചെയ്താൽ വർക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു റിപ്ലൈ പോലെ പറയുകയാണ്. ഓൾറെഡി ഞാൻ ആ ഒരു മെസ്സേജിന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ വീഡിയോയിലൊന്ന് പറയുകയാണ്. എനിക്ക് 40 വയസ്സായ ഒരാളാണ്. അപ്പോൾ എനിക്ക് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ കൊടുക്കാറുള്ളൂ. അപ്പം 40 വയസ്സായി എനിക്ക് വർക്കായെങ്കിൽ ഉറപ്പായിട്ടും 53 വയസ്സായവർക്കും 50 വയസ്സായവർക്കും 45 വയസ്സായവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ്. നിങ്ങളുടെ ഫേസ് നല്ല ചുളിവുകളൊക്കെ മാറി സ്കിൻ നല്ല യങ്ങാക്കി വെക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും കണ്ണിന് താഴെ കറുത്ത പാടുകളൊക്കെ മാറാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കുകളാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയും ഒരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ നല്ല യങ്ങാക്കി വെക്കാനായിട്ടും കറുത്ത പാടുകൾ ഒക്കെ മാറ്റി സ്കിൻ നല്ല ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ് ആവാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് എടുക്കുന്നത് ബാസുമതി റൈസ് ആണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് ബാസുമതി റൈസ് ആണ്. നിങ്ങൾക്ക് ഇതിന് പകരം പച്ചരി എടുക്കാം. അപ്പം ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബാസുമതി റൈസ് ആണ്. ഈ ഒരു അരി നമ്മൾ ഫേസ് നന്നായിട്ട് കറുത്ത പാടുകൾ ചുളിവുകളൊക്കെ മാറ്റി സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഞാൻ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും കരിമങ്ങല്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉരുളക്കിഴങ്ങ്. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ കുറയാനായിട്ടും പാടുകൾ കുറഞ്ഞു വരാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞ പൊട്ടറ്റോ ആണ്. ഇനി നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ് കേട്ടോ. ഞാൻ അരമുറിയാണ് എടുത്തിരിക്കുന്നത്. 1, 2, 3 തുള്ളി മാത്രം മതി കേട്ടോ. ഒരുപാടൊന്നും ലെമൺ ജ്യൂസ് നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല. അത് ഡയറക്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഏതെങ്കിലും ഒരു ഫേസ് പാക്കിൻ്റെ കൂടെ വേണം നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം. ഒരു അരമണിക്കൂർ ബസ്മതി റൈസ് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് സോക്ക് ചെയ്തെടുത്തതാണ്. നമ്മുടെ ഈ ഒരു റൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളികൾ മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്ന പൊട്ടറ്റോ ആയിരുന്നു. പൊട്ടറ്റോ ഞാൻ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചെറിയ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. പൊട്ടറ്റോ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതേപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് തരാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് കുതിർത്ത് വെച്ചതും കൂടെ എടുക്കുക. എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ പാനിലേക്ക് ആ ഒരു വാട്ടർ ഉൾപ്പെടെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ കുതിരാവിനായിട്ട് ഒഴിച്ചു വെച്ചിരിക്കുന്ന വാട്ടർ ഉൾപ്പെടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പം ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം. അപ്പം നമ്മൾ ചൂടാറിയതിന് ശേഷം അരച്ചിട്ട് വരാം.
ഇതിപ്പം അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എന്താണേലും ചെറിയ ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ടാവുമേ, അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ അരിച്ചെടുത്തിട്ടപ്പോൾ കാണാവേ. അപ്പം ഞാനിത് ഫുള്ള് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫുള്ളൊന്നും വേണ്ട ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങൾക്കിത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം. ഫുൾ ബോഡിയിലെ ടാൻ മാറാനായിട്ടും സ്കിൻ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളികൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഫുൾ ബോഡി അപ്ലൈ ചെയ്യുന്നതിനും കുഴപ്പമില്ല. ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 2-3 ദിവസത്തേനൊക്കെ കാണും കേട്ടോ ഇത്. ഇനി നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റായ ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ലെമൺ ജ്യൂസ് ഒരു 3 തുള്ളിയൊക്കെയാണ് ഞാൻ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. 1 സ്പൂണൊന്നും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. തേൻ നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും ഗ്ലോ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം തേൻ ഞാൻ 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്കിത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. നിങ്ങളുടെ ഫേസിലെ ചുളികൾ മാറാനായിട്ടും സ്കിൻ ടൈറ്റ് ആവാനായിട്ടും മുഖം നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ ഫേസിലെ ചുളികൾ മാറാനായിട്ടും ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് തരാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് പാക്കാണ്. പിന്നെ നിങ്ങൾക്കിത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫുൾ ബോഡിയിലെ ടാൻ മാറാനായിട്ടും ബ്രൈറ്റ് ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ. ഇതൊരു നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈസി ആയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കിത് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നിങ്ങളിത് ഡെയിലി ചെയ്ത് നോക്കുക. ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളുടെ സ്കിൻ ചുളികൾ മാറാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഫേസ് പാക്കാണ്. അപ്പം ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റ്സിന് ശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതൊരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്കാണ്. സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല യങ് ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും. അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.